ഹായ് ഫ്രണ്ട്സ്, SSLC ഫിസിക്സിൻ്റെ 14ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ടോപ്പിക്ക് വൈദ്യുത പ്രവാഹത്തിൻ്റെ പ്രകാശഫലമാണ്. ടെക്സ്റ്റ് പേജ് നമ്പർ 23 എടുക്കുക. 23 വൈദ്യുത പ്രവാഹത്തിൻ്റെ പ്രകാശഫലം. ടെക്സ്റ്റിലൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 1.10 നമ്മുടെ മുൻകാലങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഫിലമെന്റ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന ഭാഗങ്ങൾ നോക്കിയാൽ ഒരു ഗ്ലാസ് കവചമുണ്ട്, ഔട്ടർ ഒരു ഗ്ലാസ് കവറിങ്, ദാറ്റ് ഈസ് ഗ്ലാസ് കവചം. ദെൻ ഒരു ചെമ്പ് കമ്പി, കോപ്പർ വയറുണ്ട്. ദെൻ ഒരു ഫിലമെന്റ് ഉണ്ട്. എന്തിൻ്റെ ഫിലമെന്റ് ആണ്? ടങ്സ്റ്റൺ ഫിലമെന്റ്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒന്നാമത്തത് ഗ്ലാസ് കവചം, 2 ചെമ്പ് കമ്പി, 3 ടങ്സ്റ്റൺ ഫിലമെന്റ്. ദെൻ നമുക്ക് ഇൻകാൻഡസെന്റ് ലാമ്പിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. സാധാരണ വോൾട്ടേജിൽ ഫിലമെന്റ് ലാമ്പുകളിലെ ഫിലമെന്റ് ചുട്ടുപഴുത്ത് പ്രകാശം തരുന്നു. അതിനാൽ ഇത്തരം ബൾബുകളെ ഇൻകാൻഡസെന്റ് അഥവാ താപത്താൽ തിളങ്ങുന്നത് ലാമ്പുകൾ എന്ന് പറയുന്നു. ഇതിൽ ടങ്സ്റ്റൺ ലോഹം കൊണ്ട് നിർമ്മിച്ച ഫിലമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ടങ്സ്റ്റണിന് ചുട്ടുപഴുത്ത് ഏറെ നേരം ധവളപ്രകാശം നൽകാൻ കഴിയും. ഫിലമെന്റിന്റെ ഓക്സീകരണം തടയാനായി ബൾബിനകവശം വായു ശൂന്യമാക്കുന്നു. ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാൻ ബൾബിൽ കുറഞ്ഞ മർദ്ദത്തിൽ അലസവാതകം നിറയ്ക്കുന്നു. എന്നാൽ ഇപ്പോൾ സാധാരണയായി നൈട്രജൻ വാതകമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതിലത്തെ പോയിന്റ് ഒന്നാമത്തത്, ഇവിടെ ഉപയോഗിക്കുന്ന ഫിലമെന്റ് ഏതാന്ന് വെച്ചാൽ ടങ്സ്റ്റൺ. ദെൻ ടങ്സ്റ്റന് ചുട്ടുപഴുത്ത് ഏറെ നേരം ധവളപ്രകാശം നൽകാൻ വേണ്ടി കഴിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബൾബിന്റെ ഉൾഭാഗം വായുശൂന്യമാക്കിയില്ലെങ്കിൽ എന്തായിരിക്കും ഫലം? എന്തായിരിക്കും ഫലം? അതിൻ്റെ ഓക്സീകരണം തടയാൻ വേണ്ടിയിട്ടാണ് വായുശൂന്യമാക്കുന്നത് നമ്മൾ പറഞ്ഞു. സോ ഫിലമെന്റിന്റെ ഓക്സീകരണം തടയാൻ വേണ്ടിയാണ് ബൾബിനകവശം വായുശൂന്യമാക്കുന്നത്. ചൂടായ അവസ്ഥയിൽ ടങ്സ്റ്റൺ വായുവുമായി സമ്പർക്കത്തിൽ വന്നാൽ അത് ഓക്സീകരണത്തിന് വിധേയമാകുന്നു. ഇവിടെ ഓക്സീകരണം തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൾബിന്റെ ഉൾഭാഗം വായുശൂന്യമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബൾബിനുള്ളിൽ അലസവാതകം അല്ലെങ്കിൽ നൈട്രജൻ നിറച്ചിരിക്കുന്നത് എന്തിനാണ്? അതും നമ്മൾ പറഞ്ഞിരുന്നു. ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അലസവാതകം അല്ലെങ്കിൽ നൈട്രജൻ നിറച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നൈട്രജൻ ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്, ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താ നോക്കാം. സാധാരണ താപനിലയിലും മർദ്ദത്തിലും നൈട്രജൻ ഒരു അലസവാതകത്തെ പോലെ പെരുമാറുന്നു. താപനിലയിലുള്ള നേരിയ വർധനവ് നൈട്രജന്റെ വികാസത്തെ സ്വാധീനിക്കുന്നില്ല. നൈട്രജൻ പ്രകൃതിയിൽ സുലഭമായി ലഭിക്കുന്നതും ബൾബുകളിൽ ഉപയോഗിക്കാൻ കാരണമാണ്. ബൾബിനുള്ളിൽ വായുവിന്റെ അഭാവത്തിൽ ഈ വാതകം പൂർണ്ണമായും അലസമായി വർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് നൈട്രജൻ ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏതെല്ലാം സവിശേഷതകൾ ഉള്ളത് കൊണ്ടാണ് ടങ്സ്റ്റൺ ഫിലമെന്റായി ഉപയോഗിക്കുന്നത്? അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഉയർന്ന റെസിസ്റ്റിവിറ്റി ആണ്. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഹൈ റെസിസ്റ്റിവിറ്റി. 2 ഉയർന്ന ദ്രവണാങ്കം. ദെൻ നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നു, ഹൈ ഡക്റ്റിലിറ്റി. നെക്സ്റ്റ്
നേരത്തെ പറഞ്ഞിരുന്നു, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. ഇത്രയാണ് ടങ്സ്റ്റന്റെ സവിശേഷതകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻകാൻഡസന്റ് ലാമ്പുകളിൽ ഫിലമെന്റായി നിക്രോം ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? നിക്രോം അത് നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് ഇസ്തിരിപ്പെട്ടി ഓർത്താൽ മതി. അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇസ്തിരിടുമ്പോൾ ചൂടാവുന്നല്ലേ? ചൂടാവുന്നത് മാത്രല്ലേ, അവിടെ ചൂട് കുറേ സമയം നിലനിർത്തുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? പ്രകാശം കൂടെ വേണം അല്ലേ? പ്രകാശം കൂടെ വേണം. സോ നമുക്ക് നിക്രോമിന്റെ കാര്യം പറഞ്ഞാൽ ചുട്ടുപഴുത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ റെഡ് ഹോട്ട് കണ്ടീഷനിൽ നിൽക്കാൻ വേണ്ടി മാത്രമേ നിക്രോമിന് കഴിയൂ. പ്രകാശം നൽകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ നിക്രോം ഉപയോഗിക്കാത്തത്. ഇൻകാൻഡസന്റ് ലാമ്പുകളിൽ ഫിലമെന്റായി നിക്രോം ഉപയോഗിക്കാത്തതിന്റെ കാരണം അതിന് പ്രകാശം നൽകാൻ കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഫിലമെന്റ് ലാമ്പ് അല്പനേരം മാത്രം പ്രകാശിപ്പിച്ച ശേഷം ബൾബിനെ സ്പർശിച്ചു നോക്കൂ. എന്താണ് അനുഭവപ്പെടുന്നത്? നമുക്കറിയാം, ഒരു ബൾബ് തൊട്ട് നോക്കിയാലോ, കുറേ സമയം അല്ലെങ്കിൽ കുറച്ച് സമയം പ്രകാശിപ്പിച്ച ശേഷം ബൾബിനെ സ്പർശിച്ചു നോക്കൂ. ഫിലമെന്റ് ലാമ്പാണെങ്കിൽ നമുക്ക് അവിടെ ചൂട് അനുഭവപ്പെടും. അപ്പൊ നമുക്ക് ഇതിൽ നിന്നുള്ള കൺക്ലൂഷൻ പറയാം. എന്താണ് കൺക്ലൂഷൻ? പ്രകാശം ലഭിക്കാനായി നൽകിയ വൈദ്യുതോർജ്ജത്തിന്റെ കുറേ ഭാഗം താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു. ഇവിടെ ഇൻകാൻഡസന്റ് ലാമ്പില്. സോ ഇൻകാൻഡസന്റ് ലാമ്പുകളിൽ നൽകുന്ന വൈദ്യുതോർജ്ജത്തിന്റെ ഭൂരിഭാഗവും താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു. വൈദ്യുതോർജ്ജത്തിന്റെ ഭൂരിഭാഗവും എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? താപരൂപത്തിലാണ് നഷ്ടപ്പെടുന്നത്. ഇതുമൂലം ഇവയുടെ ക്ഷമത എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. എഫിഷ്യൻസി ഉണ്ടാവില്ല, എഫിഷ്യൻസി കുറവായിരിക്കും. സോ ഇതിന്റെ കൺക്ലൂഷൻ ഇതാണ്. നമ്മൾ ഇപ്പോൾ ഫിലമെന്റ് ലാമ്പുകളൊക്കെ ഉപയോഗിക്കാൻ ഇപ്പോൾ പാടില്ല എന്ന് പറയുന്നില്ലേ, അതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. വൈദ്യുതോർജ്ജം നമ്മൾ കൊടുത്താൽ ഭൂരിഭാഗവും താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു. സോ നമുക്ക് അവിടെ എഫിഷ്യൻസി കുറവാണ്. ദെൻ നമ്മൾ ഈ ബൾബ് മാറ്റിയിട്ട്, ഇൻകാൻഡസന്റ് ലാമ്പുകൾ മാറ്റിയിട്ട് വിവിധ തരം മറ്റു ലാമ്പുകൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. നമുക്കറിയുന്ന പിന്നീടുള്ള ലാമ്പുകൾ ഏതൊക്കെയാണ്? വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്ന മറ്റേതെല്ലാം ലാമ്പുകളാണ് നമുക്കറിയുന്നത്? കുറേ ലാംപ്സ് അറിയാം അല്ലേ? വിവിധ തരം ലാമ്പുകളെ കുറിച്ച് നമുക്കറിയാം. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.